നമസ്കാരം. KCയെ പ്രിയങ്ക ചവിട്ടി പുറത്താക്കും. ഒരു പണി അന്വേഷിച്ച KC കേരളത്തിൽ. എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് ശ്രമിക്കുന്നത്? പക്ഷെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സ്വാർത്ഥന്മാരായിട്ടുള്ള ഈ പറയുന്ന പ്രസ്ഥാനത്തോടും സംഘടനയോടും യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാത്ത, പ്രസ്ഥാനത്തെ തള്ളിക്കളയാൻ എളുപ്പമുള്ള, സ്വന്തം കാര്യം മാത്രം നോക്കാൻ കഴിയുന്ന സ്വാർത്ഥമതികൾക്ക് എപ്പോഴും അധികാരം ഒരു ഹരമാണ്. അങ്ങനെ വരുമ്പോൾ അർഹതയില്ലാത്ത പല സ്ഥാനങ്ങളിലേക്കും അർഹതയില്ലാതെ തന്നെ കടന്നുകൂടിയ വ്യക്തിയാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അർഹതയില്ലാത്ത മുഖ്യമന്ത്രി കസേരയിലേക്കും കണ്ണും നട്ട് കാത്തിരിപ്പാണ് ഡൽഹിയിൽ KC വേണുഗോപാൽ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ ഹൈക്കമാൻഡിന് സുസ്ഥിരമായിട്ടുള്ള അനുയായികൾ എന്നുള്ളത് കുറവായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം എത്ര പേരുണ്ട് കോൺഗ്രസിൽ? വിരൽ കൊണ്ട് എണ്ണിത്തീർക്കാവുന്ന ആൾക്കാർക്ക് അപ്പുറമൊന്നും കോൺഗ്രസിനകത്ത് ഇല്ല. വേണുഗോപാൽ കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ AICCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ അലങ്കരിച്ചിരിപ്പുണ്ട്. കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. 2017 KC വേണുഗോപാൽ ഈ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതാണോ അതോ നമ്മുടെ രാഹുൽ ഗാന്ധി നേരിട്ട് അവിടെ നിയമിച്ചതാണോ എന്നുള്ളതൊക്കെ ഇന്നും ഒരു ചോദ്യചിഹ്നമായി കിടപ്പുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. അതിനുശേഷമാണല്ലോ ഈ G23 ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എത്രയോ പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാർ, എത്രയോ ഇവരെ ഈ KC വേണുഗോപാലിനെക്കാട്ടിലും ഒക്കെ സീനിയർ ആയിട്ടുള്ള ഈ പറയുന്ന സീനിയോറിറ്റി ഒക്കെ ആണല്ലോ എല്ലായിടത്തും നോക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ പലരും ഉണ്ടായിട്ടും അവരെ ഒന്നും ഈ പറയുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആക്കാതെ KC വേണുഗോപാലിനെ തന്നെ എന്തുകൊണ്ടാക്കിയെന്ന് ആ കോൺഗ്രസിനകത്ത് തന്നെയുള്ള 23ഓളം പേര് ഒരുമിച്ച് ചോദിച്ചിട്ടും അതിനുത്തരം അന്ന് രാഹുൽ ഗാന്ധി നൽകിയില്ല. അപ്പോൾ ഇന്നൊരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി KC വേണുഗോപാൽ ആഗ്രഹിച്ചാൽ അത് നടത്തി കൊടുക്കാതിരിക്കുമോ? അപ്പൊ അതൊക്കെ നടത്തി കൊടുക്കും. അപ്പൊ അതായത് കഴിഞ്ഞ 9 വർഷം എന്നത് ഒരു ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാലയളവാണ്. സാധാരണ ഗാന്ധി കുടുംബം 7 വർഷത്തിലധികം ഈ ജനറൽ സെക്രട്ടറിമാരെ അങ്ങനെ വച്ചുവാഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ KCക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി അധികകാലം ഈ പദവിയിൽ തനിക്ക് തുടരാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് വേണുഗോപാലനുണ്ട്. ഇതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ എടുക്കുക എന്ന തീരുമാനത്തിന് പിന്നിൽ എന്നാണ് കരുതപ്പെടുന്നത്. അല്ലെങ്കിൽ VD സതീശൻ നിറഞ്ഞു നിന്നിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കി മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കുവാൻ വേണുഗോപാലൻ ശ്രമിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം തന്നെ കാണാനില്ല എന്ന് തന്നെയാണ് നമുക്കറിയാം. മാധ്യമങ്ങളടക്കം പറയുന്നതും ഇവിടുത്തെ പൊതുസമൂഹം പറയുന്നതും ഒക്കെ അത് തന്നെയാണ്. മാത്രമല്ല കോൺഗ്രസ് സംഘടന KC വേണുഗോപാലിന്റെ കാലത്ത് എത്രത്തോളം ദുർബലമായി പോയി എന്നുള്ള വിമർശനം കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിനുള്ളിൽ തന്നെ ശക്തമാണ്. ഓരോ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ തോൽവി ഏറ്റുവാങ്ങുമ്പോഴും KC വേണുഗോപാലിനെതിരായിട്ടുള്ള നീക്കവും പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ആരും ചവിട്ടി പുറത്താക്കിയിട്ടില്ല. കാരണം ഈ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന പാഴിന് വളരെ വലിയ കാര്യമാണ് വേണുഗോപാലിന്. അതുകൊണ്ട് അതിനെ പുറത്താക്കിയില്ല. പക്ഷെ പ്രിയങ്കക്ക് കുറച്ച് നാളുകളായി വേണുഗോപാലിനോടൊരു അസ്വാരസ്യമുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇനിയും ഇതുപോലെ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങാനാണെങ്കിൽ ഇങ്ങനെ ഒരു ജന്മത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കും പ്രിയങ്ക ഗാന്ധി തന്നെ. അപ്പോൾ 95 തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് ഈ പാർട്ടി കടന്നുപോയ സമയത്ത്, അതായത് 95 തെരഞ്ഞെടുപ്പുകളിലാണ് അടുപ്പിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തോൽവി ഏറ്റുവാങ്ങിയത്. ആലോചിച്ച് നോക്കാം. 1-2 തോൽവിയല്ല. മാത്രമല്ല ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ 7 കോടി രൂപ വാങ്ങിയെന്ന കൈക്കൂലി ആരോപണം, ആ കൈക്കൂലി ആരോപണം വേണുഗോപാലിനെതിരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആരും അത് കാണുന്നില്ല, കേൾക്കുന്നില്ല, പറയുന്നില്ല. ഒരു മഹിളാ കോൺഗ്രസ് നേതാവിന് മത്സരിക്കാൻ അവരുടെ ഭർത്താവ് തന്നെയാണ് പണം നൽകിയതായിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതും ഈ വേണുഗോപാലന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചതാണ്. ഇതൊക്കെ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്കുമൊക്കെ ഇയാളോടുള്ള അസ്വാരസ്യത്തിന് കാരണങ്ങളുമായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇയാളെ സംരക്ഷിച്ചു നിർത്തുന്നത് ആ മരവാഴയായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അതിനാൽ വേണുഗോപാൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു മാറ്റം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഡൽഹിയിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. ഈ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി ഈ വേണുഗോപാലിനെ ചവിട്ടി പുറത്താക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണുഗോപാലൻ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാളെ മാറ്റും എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ടാണ്. കോൺഗ്രസിലെ കേരള നേതാക്കളുടെ വിലയിരുത്തൽ അടക്കം അങ്ങനെയാണ്. മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ 5 വർഷം ഇരിക്കുവാനുള്ള ഒരു അവസരം ഭാവിയിൽ ഈ ജന്മകാലത്തിന് കിട്ടില്ല. അത്തരത്തിലൊരു ചിന്തയും വേണുഗോപാലിന് ഇല്ലാതില്ല കേട്ടോ. സംസ്ഥാന മുഖ്യമന്ത്രി പദവിയിലേക്ക് വേണുഗോപാലിനെ പറഞ്ഞയച്ച് കേന്ദ്രത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരാളെ നിയോഗിക്കണമെന്ന നിലപാടും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ ശക്തമാണ്. അല്ല, ഇനിയെങ്കിലും ഈ പാർട്ടിയെ നയിക്കാൻ കരുത്തുള്ള ആരെങ്കിലും ആ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണം.
അല്ലാതെ ഈ വേണുഗോപാലിനെ പോലെ യാതൊരു തരത്തിലും ഒന്നിനെക്കുറിച്ചും സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് പോലും കൃത്യമായിട്ടൊരു ധാരണയില്ലാത്ത ഈ വ്യക്തിയെ ഈ പാർട്ടിയെ നശിപ്പിക്കാമെന്നല്ലാതെ ഇയാളെ പോലുള്ള ഒരാളെ കൊണ്ട് ഒരു ഗുണവും ആ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ അല്ലാത്ത ഒരാൾ വരട്ടെ, അങ്ങനെ വന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല ഇനി വലിയ നേട്ടമൊന്നും ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുമെന്ന്. കാരണം ഇവിടെ ഇങ്ങനെ ചെറിയ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ 102 സീറ്റുകൾ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചു നേടിക്കൊടുത്തപ്പോൾ അതിനകത്ത് കൈയിട്ട് വാരൽ നടത്തിയവരാണ് ഈ കെ സി വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ എന്തായാലും കെ സിയോട് ജനങ്ങൾക്ക് അത്തരത്തിലൊരു പ്രതിബദ്ധതയൊന്നുമില്ല. മാത്രമല്ല, ജനഹിതം മാനിക്കാത്ത ഈ നേതാവിനെ ജനം തന്നെ പുറത്താക്കും. അതൊരു വശത്ത് നിൽക്കട്ടെ. എന്തായാലും വീണ് കിട്ടുന്ന അവസരം മുതലാക്കുക, അല്ലെങ്കിൽ കിട്ടാവുന്ന സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കുക, അടിച്ചു മാറ്റുക എന്നതാണ് കോൺഗ്രസിലെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അതാണ് വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുവാനുള്ള തിടുക്കത്തിന് പിന്നിലെന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. പകരം കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രി കസേര കിട്ടാൻ നിരവധി ഘടകങ്ങൾ ഉയർന്നു വരുന്നത് എന്താണ്? അതിലൊന്നെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ 63 MLA-മാരിൽ വേണുഗോപാലിന് കൂടുതൽ പേരുള്ള പിന്തുണയുണ്ട് എന്നതാണ്. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗും ശക്തമായിട്ട് പിന്തുണയ്ക്കുന്ന VD സതീശിനെതിരായി ചിന്തിക്കുന്ന നല്ലൊരു പങ്ക് കോൺഗ്രസ് നേതാക്കൾ ഇവരോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസിന്മേൽ കൂടുതൽ മന്ത്രിമാരും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ട് ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സതീശനെതിരായാണ് കോൺഗ്രസ് നേതാക്കളുടെ വികാരം മുഴുവൻ. മറ്റൊന്ന്, ഡൽഹിയിൽ പരിചയസമ്പന്നനായതിനാൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് കൂടുതൽ സമർത്ഥമായി പ്രവർത്തിക്കുവാൻ കെ സി വേണുഗോപാലിന് കഴിവുണ്ട് എന്ന് ചിലർ കരുതുന്നു. പക്ഷെ അത് വളരെ ബാലിശമായ വാദമാണെന്ന് പറയട്ടെ. അങ്ങനെ കേന്ദ്ര സർക്കാരുമായിട്ടൊന്നും ഒന്ന് സംസാരിക്കാൻ പോലും ഈ കെ സിയെ അവിടെ അടുപ്പിക്കാറില്ല. BJP ഗവൺമെന്റോ മോദിയോ ഒന്നും ഈ കെ സിയെ ഒന്നും കാണാറ് പോലുമില്ല. കെ സിയെ ആകെ ഇഷ്ടം ഡൽഹിയിൽ ഈ രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ്. ഇപ്പോ ആ കുടുംബവുമായി നിൽക്കുന്ന സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പോലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാതായി മാറിയിരിക്കുന്നു. കാരണം പണം വാങ്ങി സീറ്റ് കൊടുക്കുന്ന കാര്യങ്ങളിലടക്കം കേമനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ പണമൊക്കെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധിയെ വലിപ്പിച്ചുണ്ടാക്കുന്ന പണം, അത്തരത്തിലൊക്കെ പണമൊക്കെ ഉണ്ടാക്കി ഇനി കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രി കസേരയിലൊക്കെ ഇരുന്ന് ഒരു 5 വർഷക്കാലം ഭരിച്ചിട്ട് വീണ്ടും മടങ്ങി ഈ പറയുന്ന കുടുംബവുമൊത്ത് ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പോകാമെന്ന് ചിന്തിക്കുന്ന കെ സി വേണുഗോപാലാണ്. അതുകൊണ്ട് സ്വാർത്ഥനായ കെ സി വേണുഗോപാൽ ഏത് തരത്തിലും എങ്ങനെയും അവന്റെ സ്ഥാനം നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കെ സി ഏത് സമയത്തിനും ഡൽഹിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെടാം. അതിന് ചിലപ്പോൾ നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്ക ഗാന്ധി ആയിരിക്കാം. അതുകൊണ്ട് ഇനിയൊരു പണി വേണമല്ലോ എന്ന് അന്വേഷിച്ച് കെ സി കേരളത്തിലേക്ക് എത്തപ്പെടുകയാണ്. ഇവിടെ ഒഴിവുള്ളത് മുഖ്യമന്ത്രി കസേരയാണ്. അപ്പോൾ ആ കസേരയിൽ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ തത്രപ്പാത്രയും കെ സി നടത്തുന്നത്.